യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മകൾ ക്രൈസ്തവ ലോകം പീഡാനുഭവ വാരത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഓശാന ഞായറാണ്. ഇന്നത്തെ ഓശാന ഞായർ ആചരണത്തോടെ വിശുദ്ധ വാരാചരണത്തിന് തുടക്കമാവുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ ഓശാന ശുശ്രൂഷകളുടെ ഭാഗമായി കുരുത്തോല വിതരണവും തുടർന്ന് കുരുത്തോല പ്രദക്ഷിണവും നടക്കും. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കുരുത്തോല പ്രദക്ഷിണം നടന്നു കഴിഞ്ഞു. വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ നവമി ദിനേശ് എറണാകുളം ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ ദേവാലയത്തിൽ നിന്ന് ആദ്യം. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിലാണ് ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇനിയുള്ള ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണയിൽ ഓശാന ഞായർ നടക്കുന്നു. എവിടം വരെയായി ചടങ്ങുകൾ? ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിലാണ്. ഇവിടെ തിരുകർമ്മങ്ങൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. നാടെങ്ങുമുള്ള നൂറുകണക്കിന് ക്രൈസ്തവരാണ് ഇപ്പോൾ ഈ ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഇനി ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം നഗരവീഥികളിലും ദേവാലയങ്ങളിലും കുരുത്തോല പ്രദക്ഷിണം നടക്കും. അതിനുശേഷം അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. ഈസ്റ്ററിന് മുൻപുള്ള ഞായറാഴ്ചയാണ് ഈ ഓശാന ഞായറായി ആചരിക്കുന്നത്. പീഡനാനുഭവം കുരിശു മരണത്തിന് മുൻപ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിന് രാജകീയ വരവേൽപ്പ് നൽകുന്ന ഒരു ദിവസമായിട്ടാണ് വിശ്വാസികൾ ഈ ഒരു ഓശാന ഞായർ ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ ഇത്തവണ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കില്ല. നമുക്കറിയാം, കുറച്ചു നാളുകളായി അവിടെ പള്ളിത്തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ കർമ്മങ്ങൾ ഉണ്ടായിരിക്കില്ല. എന്തായാലും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇപ്പോൾ ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 100-ലധികം വിശ്വാസികളാണ് ഇവിടെ എത്തി അദ്ദേഹത്തിന് ഈ ഒരു ഓശാന ഞായർ ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. ഇതിനുശേഷം ചടങ്ങുകളുണ്ട്, കുരുത്തോല പ്രദക്ഷിണമുണ്ട്. അങ്ങനെ വിശ്വാസികൾ ഒരു അടുത്ത ഞായർ ഈസ്റ്റർ ആഘോഷിക്കുന്നതിന് മുൻപ് ഈ ഒരു തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന റാഫേൽ തട്ടിൽ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഈ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ ദേവാലയത്തിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു.
തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരം പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രലിൽ വിവരങ്ങളുമായി ഡാൻ കുര്യനാണുള്ളത്. ഡാൻ, എവിടം വരെയായി തിരുവനന്തപുരത്തെ ചടങ്ങുകളൊക്കെ? ശ്രീജ, സംയുക്ത കുരുത്തോല പെരുന്നാളാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് നമ്മളിപ്പോൾ ഉള്ള പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ബിഷപ്പുമാരുണ്ട്, അതോടൊപ്പം തന്നെ മുതിർന്ന വൈദികരുണ്ട്, വലിയ വിശ്വാസ സമൂഹമുണ്ട്. ഇവിടെ നിന്ന് ഈ നഗരം ചുറ്റിയായിരിക്കും, അതായത് നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് വരെ എത്തിയതിനു ശേഷമായിരിക്കും അവർ തിരികെ ദേവാലയത്തിലേക്ക് എത്തുക. അവിടെയായിരിക്കും ഈ കുരുത്തോല പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുക. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലാണ്, മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ കുരുത്തോല പ്രദക്ഷിണം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ദേവാലയത്തിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം തിരികെ ദേവാലയത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ, പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ അവിടെ നടക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു വിശ്വാസ സമൂഹത്തിന്റെ നീണ്ട നിര തന്നെ ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, വളരെ പാരമ്പര്യമായി തന്നെ ദീർഘവർഷങ്ങളായി നിലനിൽക്കുന്ന ആ ഒരു പൈതൃകം അതേപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ ഈ കുരുത്തോല പ്രദക്ഷിണം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതായത് ഏതാണ്ട് ദീർഘവർഷങ്ങളുടെ പാരമ്പര്യം അത് കൃത്യമായി അവരുടെ വേഷഭൂഷാദികളിലും അതോടൊപ്പം തന്നെ തനിമ ചോരാതെ മറ്റ് ചടങ്ങുകളിലുമെല്ലാം അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നുള്ള ഈ കുരുത്തോല പ്രദക്ഷിണം ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സംയുക്ത ഓശാനയോടനുബന്ധിച്ചുള്ള സംയുക്ത കുരുത്തോല പ്രദക്ഷിണം നടക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലൂടെയുള്ള പ്രദക്ഷിണത്തിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത്.
ഒലിവുമലക്കരികിലുള്ള ബെത്ഫാഗയിലെത്തി. അപ്പോൾ ഈശോ തന്റെ 2 ശിഷ്യന്മാരെ പ്രകാരം നിർദ്ദേശിച്ച് അയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ ഒരു കഴുതയെയും അടുത്തൊരു കഴുതക്കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണണം. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കുള്ള ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകുവാനാണ് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവിടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവർ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്ന ജനങ്ങൾ ആർത്തു പിടിച്ചു: ദാവീദിന്റെ പുത്രൻ ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ്, ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി. ആരാണ് ഇവനെന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലിൽ നസ്രത്തിനുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകള്, പ്രാവിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങൾ അവൻ തട്ടിമറിച്ചിട്ടു. അവനവരോട് പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്തരും മുടന്തരും ദേവാലയത്തിൽ അവന്റെ അടുക്കലെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമിച്ചരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നില്ലയോ? യേശു പ്രതിവചിച്ചു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ അതിരകളിൽ നിന്ന് നീ സ്തുതികൾ ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബെഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. സ്നേഹമുള്ള ബഹുമാന്യനായ സൈമൺ പുള്ളുപ്പള്ളി അച്ഛ, സ്നേഹമുള്ള സഹോദര വൈദികരെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ഈ തിരുക്കർമ്മങ്ങളിൽ സജീവമായിട്ട് സംബന്ധിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, യുവജനങ്ങളെ, ഞാൻ ഏറ്റവും വാത്സല്യമുള്ള പിതാവിൻ്റെ കുഞ്ഞുമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര ദൗത്യം